അൽഹംദുലില്ലാ ഇന്ന് സാധാരണ രീതിയിലുള്ള ഒരു സ്വീകരണം ഏർപ്പെടുത്താൻ നമുക്ക് സാധിക്കൂല. അതിന് കാരണം 2000-ഓളം വരുന്ന ശരീഅത്ത് സ്റ്റുഡൻസ്, അതുപോലെ ഹിഫ്സുൽ ഖുർആൻ സ്റ്റുഡൻസ്, ഇങ്ങനെ ധാർമ്മിക മേഖലയിലെ സ്പെഷ്യലൈസേഷൻ നടത്തുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് ബലിപെരുന്നാളിൻ്റെ ലീവായതുകൊണ്ട് അവരാരും തന്നെ ഇവിടെയില്ല. ഇന്ത്യയിലെ ഒട്ടുമുക്കാൽ സ്റ്റേറ്റുകളിലെയും तमाम के तमाम सूबों से और रियासतों से तलबा इधर पढ़ते हैं, खासकर कश्मीर से भी तलबा है. അതുപോലെ സ്കൂളിലെ വിദ്യാർത്ഥികളും മാത്രമാണ്. അതുകൊണ്ട് ചെറിയ ഒരു സ്വീകരണം അവർക്ക് സ്കൂൾ തുടങ്ങും വേണമെന്ന് വളരെ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു തആല നമ്മുടെ നേതാക്കൾക്ക്, പണ്ഡിതന്മാർക്ക്, നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും നല്ല ആരോഗ്യവും ആഫിയത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശിഷ്യ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർക്ക് ഇനിയും ഒരുപാട് കാലം ഈ സമുദായത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആരോഗ്യവും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട പാണക്കാട്ട് തങ്ങൾ എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിലെ ഒരു തീരുമാനം എന്ന് ഞാൻ ഇവരെയൊക്കെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്. ഞങ്ങളുടെ വിലയിരുത്തലാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒരു തീരുമാനം, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സാർ അവരുകളെ രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്തു എന്നത് ഞങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്ന ഒരു നല്ല കാര്യമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ അത് കണക്കിലെടുത്തു? ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പിതാവിനെ പരിചയമുണ്ട്. അദ്ദേഹം കാണിച്ച അതേ മാർഗത്തിൽ നിയമത്തിൻ്റെ വഴിയിൽ അൽഹംദുലില്ലാ വളരെ വലിയ ഒരു സേവനം സുപ്രീം കോടതി കേന്ദ്രമാക്കി ബഹുമാനപ്പെട്ട ഹാരിസ് ബീരാൻ സാഹിബ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അനേകം കേസുകൾ, ഞാൻ കൂടുതലൊന്നും ഉദാഹരണം പറയുന്നില്ല, ഒരു CAA കേസ് മാത്രം എടുത്താൽ മതി. ഇത്തരം കേസുകളിലൊക്കെ സമുദായത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ആ കേസുമായി മുന്നോട്ടു പോകാൻ മുസ്ലിം ലീഗ് തെരഞ്ഞെടുത്തതും ഇനി നമ്മളാണെങ്കിലും തെരഞ്ഞെടുക്കൽ ബഹുമാനപ്പെട്ട ഹാരിസ് ബീരാൻ സാഹിബ് അവറുകളെയാണ്. ആ മേഖലയിലൊക്കെ തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരുപാട് കേസുകളിൽ വിപരീതമായ വിധി വരും എന്ന് നമ്മളൊക്കെ പത്രവായനയിലൂടെ മനസ്സിലാക്കിയിരുന്ന സ്ഥലത്ത് തീർത്തും അനുകൂലമായ വിധി വാങ്ങിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത്തരം കഴിവുകളൊക്കെ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഏറെ നാൾ ഉപയോഗിക്കാൻ അല്ലാഹു തആല അദ്ദേഹത്തിന് സുവർണ അവസരങ്ങൾ നൽകുമാറാവട്ടെ. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് ഏറ്റവും മുന്തിയ തീരുമാനമായി എന്ന് പറയാൻ ഇതൊക്കെ തന്നെയാണ് കാരണം. സമൂഹത്തിന്റെ താല്പര്യത്തിനപ്പുറം മറ്റ് താല്പര്യങ്ങൾക്കൊന്നും പരിഗണന നൽകാതെ പ്രവർത്തിക്കും എന്ന് ഞങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ വിദേശകാര്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ഹെൻറി കിസിഞ്ചർ ഒരിക്കൽ പറയുകയുണ്ടായി, ഇഫ് എ പൊളിറ്റീഷ്യൻ സേസ് യെസ് ഹി മീൻസ് പെർഹാപ്സ്, ആൻഡ് ഇഫ് ഹി സേസ് പെർഹാപ്സ് ഹി മീൻസ് നോ, ആൻഡ് ഇഫ് ഹി സേസ് നോ ഹി ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ. രാഷ്ട്രീയക്കാരോട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം ചെന്ന് പറഞ്ഞാൽ ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര അർത്ഥം വെക്കാവൂ? സാധിച്ചൂടായികല്ല, ഓർപ്പിക്കരുത്. അതേസമയം രാഷ്ട്രീയ നേതാവിനോട് നമ്മൾ ആവശ്യം ചെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് തന്നെ പെർഹാപ്സ് എന്നാ, നോക്കട്ടെ എന്നേ പറയുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം നോ, അത് നടക്കൂല എന്നാണ്. അതേസമയം ആ രാഷ്ട്രീയക്കാരനോട് നമ്മൾ വിഷയം ചെന്ന് പറഞ്ഞപ്പോൾ അയാൾ മറുപടി പറയുന്നതന്നെ നോന്നാ, എന്നാൽ ഹി ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ, അയാൾ ഈ രാഷ്ട്രീയത്തിന് പറ്റൂല എന്നാണ് അന്ന് ഹെൻറി കിസിഞ്ചർ പറഞ്ഞത്. ഹാരിസ് ബീരാൻ സാഹിബ് പറഞ്ഞ യേസിൻ്റെ അർത്ഥം യേസ് തന്നെയാണെന്നും
നോയുടെ അർത്ഥം നോ തന്നെയാണ് എന്നും കൂടി ഞങ്ങൾക്കിവിടെ പറയാൻ ആഗ്രഹമുണ്ട്. അല്ലാഹു തആല നല്ല സേവനങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ കരുത്തും നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഉസ്താദുമായിട്ട് സംസാരിക്കാനാണ് വന്നത്. എന്നെ വല്ലാതെ ആകർഷിച്ചത് ഉസ്താദിനെ കാണാൻ വേണ്ടി 11:30 തന്നെ ഇവിടെ എത്തി. സാധാരണ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ തിരക്കില്ലെങ്കിലും ആളുകളെ കാണുമ്പോൾ തിരക്കുണ്ട് എന്ന് വരുത്തും. വക്കീലന്മാരാണെങ്കിൽ പറയും വേണ്ട. ഞാൻ വക്കീലല്ലെങ്കിലും ചില വക്കീലന്മാരും ഒക്കെ ആയിട്ട് പരിചയമുള്ളത് കൊണ്ട് ആ കോടതി വരാന്തേ കൂടെ ഇടയ്ക്കൊക്കെ പോകുന്ന ആളായത് കൊണ്ട് എനിക്കറിയാം. ഒരു കേസും ഇല്ലെങ്കിലും പഴയ കെട്ടുണ്ടെങ്കിലും മേശപ്പുറത്ത് അട്ടിയാക്കി വെച്ച് വരുന്ന ആളുകൾ ഇതിങ്ങനെ കാണുമ്പോൾ ഓ ഈ സാറ് ഭയങ്കര കേസുള്ള ആളാണ്. പിന്നെ അദ്ദേഹമായിട്ട് എന്തെങ്കിലും കേസ് ഡിസ്കഷൻ ചെയ്താൽ ഇടക്കിടക്ക് വാച്ചു നോക്കി അവിടെ ഒരു കേസുണ്ട്, മറ്റേ കേസ് മാറ്റി വെച്ചതാണ്, ഇപ്പൊ പോകണം എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത തിരക്കുണ്ടാക്കും. പക്ഷേ ഉസ്താദിനെ കാണാൻ ഈ ടീം ഒന്നായിട്ട് വന്ന് 11:30 ഇവിടെ എത്തി. ഞാൻ കരുതിയത് പെട്ടെന്ന് പോകുന്നതാണ്. എൻ്റെ ആ സംശയത്തിന് മറുപടി അദ്ദേഹത്തിൽ നിന്ന് തന്നെ ലഭിച്ചു. അദ്ദേഹം പറഞ്ഞു ഇന്നലെ ബഹുമാനപ്പെട്ട വാണക്കാട് തങ്ങളെ കൂടെയായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന് അഥവാ വെള്ളിയാഴ്ച കാന്തപുരം ഉസ്താദിനെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു സാധാരണ പോക്ക് പോയാൽ പോരാ, നല്ലതുപോലെ സംസാരിക്കാൻ സമയമുള്ള രീതിയിൽ പോകണം. വെള്ളിയാഴ്ച തന്നെയാണ് അതിന് ഏറ്റവും നല്ലത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ജുമസ്കാരവും ഭക്ഷണവും കഴിഞ്ഞിട്ട് സാവകാശമേ പോരാവൂ. ഈ ഒരവസ്ഥയിൽ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദും പാണക്കാട് തങ്ങളും നമ്മുടെ നേതൃത്വമൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഇന്ത്യ മുന്നണി മാത്രമല്ല ഇന്ത്യ മുഴുവൻ വിജയിക്കും. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയെയും ഇന്ത്യയെയും അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. അതിനൊക്കെ ആവശ്യമായ കോൺട്രിബ്യൂഷൻ ഉസ്താദിന് ഉസ്താദിൻ്റെതായ രീതിയിൽ, ഇരാൻ സാഹിബിന് ഹാരിസ് ബിരാൻ സാറിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ, മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിൻ്റെതായ രീതിയിൽ, മറ്റു പാർട്ടിക്കാർക്ക് അവരുടേതായ റോളൊക്കെ നിർവഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ.